ഞാൻ അലഞ്ചൊക്കെ ചോദിച്ചു. കൂട്ടുകാർക്ക് അലഞ്ചൊക്കെ ഞാൻ വന്നിരിക്കുന്നത് +2 പൊളിറ്റിക്കൽ സയൻസ് അധ്യായം 2 ക്യാപ്ഷൻ നോട്ടുമായാണ്. അതിലാദ്യമായി ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടത്തെ കുറിച്ചാണ് പഠിക്കുന്നത്. അധ്യായം 2 ഏകകക്ഷി മേധാവിത്വത്തിന്റെ കാലഘട്ടം. ജനാധിപത്യം സ്ഥാപിക്കുന്നതിന്റെ വെല്ലുവിളി. രണ്ടാം ലോക മഹായുദ്ധാനന്തരം സാമ്രാജ്യ ശക്തികളിൽ നിന്നും മോചനം നേടിയ രാജ്യങ്ങളിൽ പലതും സൈനിക ഭരണത്തിനോ ഒരു നേതാവിന് കീഴിലുള്ള ഭരണത്തിനോ പ്രാമുഖ്യം നൽകിയപ്പോൾ ഇന്ത്യ ജനാധിപത്യ പാതയിലാണ് സ്വീകരിച്ചത്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ സമരം തന്നെ ജനാധിപത്യം എന്ന ആശയത്തിൽ ഊന്നിയാണ് നടന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് 1952. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 1950 തന്നെ നിലവിൽ വന്നു. പ്രഥമ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി സുകുമാർ സെൻ ആയിരുന്നു. രാജ്യത്തെ പ്രഥമ പൊതു തെരഞ്ഞെടുപ്പ് 1950 തന്നെ നടത്തുവാൻ കഴിയുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതീക്ഷിച്ചെങ്കിലും ഇന്ത്യയെ പോലെ വിസ്തൃതമായ ഒരു രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് കാര്യമല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മനസ്സിലായി. ധാരാളം മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് അനിവാര്യമായിരുന്നു. പ്രധാന പൊതു തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ: നിയോജക മണ്ഡലങ്ങളുടെ രൂപീകരണം, സമ്മതിദായകരുടെ പട്ടിക തയ്യാറാക്കൽ, ജനപങ്കാളിത്തം ഉറപ്പുവരുത്തൽ, തെരഞ്ഞെടുപ്പ് സംവിധാനം ഒരുക്കും. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 1951 ഒക്ടോബർ മുതൽ 1952 ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ നടന്നു. എന്നാൽ മിക്കവാറും പ്രദേശങ്ങളിൽ 1952 ജനുവരി മാസത്തിൽ ആയിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. തന്മൂലം 1952 തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രഥമ പൊതു തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കുന്നത്. ആദ്യത്തെ 3 തെരഞ്ഞെടുപ്പുകളിലെ കോൺഗ്രസ് മേധാവിത്വം. 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ 1977 തെരഞ്ഞെടുപ്പ് വരെ ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു. 1952 1957 1962 പൊതു തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. 1952 പൊതു തെരഞ്ഞെടുപ്പിൽ 489 ലോക്സഭാ സീറ്റിൽ 324 സീറ്റും കോൺഗ്രസ് നേടി. 1957 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 494 ലോക്സഭാ സീറ്റിൽ 371 സീറ്റും ലഭിക്കുകയുണ്ടായി. 1962 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 494 ലോക്സഭാ സീറ്റിൽ 361 സീറ്റും കോൺഗ്രസിന് ലഭിച്ചു. കോൺഗ്രസിന് ഈ മേധാവിത്വ കാലഘട്ടത്തെ ഏകകക്ഷി മേധാവിത്വ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കുന്നു. കോൺഗ്രസിന് വിജയം നേടാൻ സഹായിച്ചവരുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പൈതൃകം. കോൺഗ്രസ് ഒരു സംഘടനാ ശൃംഖലയുടെ പാർട്ടിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ വ്യക്തിപ്രഭാവം. ഇന്ത്യയിലെ ഏകകക്ഷി മേധാവിത്വം മറ്റു രാജ്യങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. ജനാധിപത്യപരമായ സാഹചര്യങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ ഏകകക്ഷി മേധാവിത്വം സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയിൽ സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പാണ് നടന്നിരുന്നത്. നിരവധി പാർട്ടികൾ മത്സരരംഗത്ത് ഉണ്ടായിരുന്നിട്ടും തെരഞ്ഞെടുപ്പുകളിൽ ഉന്നത സ്ഥാനവിജയം കരസ്ഥമാക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഇതിനു കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യമായിരുന്നു. കോൺഗ്രസ് സാമൂഹികവും പ്രത്യയശാസ്ത്രപരവുമായ കൂട്ടായ്മ എന്ന നിലയിൽ 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു. വരേണ്യവർഗത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമർത്ഥ ഗ്രൂപ്പായിട്ടാണ് കോൺഗ്രസ് ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. പിൽക്കാലത്ത് കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ ആഗമനത്തോടുകൂടി ഒരു ബഹുജന പ്രസ്ഥാനമായി മാറുന്നതിനും ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഗണ്യമായ ആധിപത്യം സ്ഥാപിക്കുന്നതിനും കാരണമായി. ദേശീയ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചതോടുകൂടി കോൺഗ്രസിന്റെ ജനകീയ അടിത്തറ വർദ്ധിച്ചു. സാമൂഹ്യ കൂട്ടായ്മ. വ്യവസായികൾ, നഗരവാസികൾ, ഗ്രാമവാസികൾ, തൊഴിലാളികൾ, മുതലാളികൾ
തുടങ്ങിയ എല്ലാവരും കോൺഗ്രസ് പാർട്ടികളുടെ അംഗങ്ങളായി. ഈ അവസരത്തിൽ വിവിധ തലങ്ങളിൽപ്പെട്ട ഭാഷ, ജാതി, മത താല്പര്യമുള്ളവരെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ കൂട്ടായ്മയെ കോൺഗ്രസ് മാറി. പ്രത്യയശാസ്ത്രപരമായ കൂട്ടായ്മ. കോൺഗ്രസ് പല ചിന്താഗതിക്കാരെയും ഉൾക്കൊണ്ടു വിപ്ലവകാരികളെയും സമാധാനവാദികളെയും തീവ്രവാദികളെയും മിതവാദികളെയും ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഉൾക്കൊള്ളുവാൻ കോൺഗ്രസിന് സാധിച്ചു. താങ്ക് യു.